ഹലോ, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ 5 കറൻസി നോട്ടുകളാണ്. ഏറ്റവും വലിയ വിലക്ക് പല ഓപ്ഷൻ വെബ്സൈറ്റുകളിലും അല്ലെങ്കിൽ പല ഓപ്ഷൻ പ്ലാറ്റ്ഫോമുകളിലുമായിട്ടാണ് ഈ നോട്ടുകൾ ലക്ഷങ്ങൾക്കൊക്കെ വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഓപ്ഷൻ പ്ലാറ്റ്ഫോംസിൻ്റെ പേരും കൂടെ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പല റെയർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള കറൻസി നോട്ടുകളൊക്കെ ഈ ഓപ്ഷൻ പ്ലാറ്റ്ഫോംസ് വഴി നിങ്ങൾക്ക് ഓപ്ഷൻ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചും കണ്ട് അന്വേഷിച്ച് ജെന്യുവിനാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ വിൽക്കാൻ ശ്രമിക്കാം. എനിക്ക് നിങ്ങളോട് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളോട് ഏതെങ്കിലും ഓപ്ഷൻ വെബ്സൈറ്റിൽ അങ്ങോട്ട് പണം നൽകാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കണ്ട് അതിൽ വിൽക്കാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് തട്ടിപ്പുകളൊക്കെ ഇതിൻ്റെ പിന്നീട് ഇപ്പോഴും നടക്കുന്നുള്ളതുകൊണ്ട് തന്നെ അത് നല്ലോണം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ കറൻസി നോട്ട് 2 10 രൂപ നോട്ടുകളാണ്. എസ് എസ് ഷിർല എന്ന കപ്പലിൽ നിന്ന് കിട്ടിയ 1918 മെയ് 25 ഇറക്കിയ 10 രൂപ നോട്ടുകൾ. അതിലൊന്ന് 5.25 ലക്ഷം രൂപക്കും ഒന്ന് 6.25 ലക്ഷം രൂപക്കായിരുന്നു വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ഇതിന് കാരണം എസ് എസ് ഷിർല എന്ന ബോട്ട് മുങ്ങിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ നോട്ടുകളാണിവ. അതുകൊണ്ട് തന്നെ ഇത് വളരെ റെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു നോട്ട് കൂടെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില കിട്ടാനുള്ള കാരണം. ലേലം നടന്ന ഓപ്ഷൻ പ്ലാറ്റ്ഫോം ലണ്ടനിലെ നൂനാൻസ് എന്നാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ നോട്ട് 1 രൂപ നോട്ടാണ്. പല പഠനങ്ങളിലും പറയുന്നത് പഴയ RE1 നോട്ടുകൾ ഇപ്പോഴും പല ഓപ്ഷൻസ് വഴി ലക്ഷങ്ങൾക്ക് വരെ വിൽക്കുന്നുണ്ട് എന്നാണ്. ഈ ഒരു 1 രൂപ നോട്ട് JW കെല്ലി സൈൻ ചെയ്തതാണ്. കൂടാതെ ഇത് വളരെ റെയർ ആയിട്ടുള്ള ഒരു നോട്ട് കൂടെയാണ്. ഈ നോട്ട് വിറ്റുപോയിട്ടുള്ളത് ഏകദേശം 7 ലക്ഷം രൂപയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി തന്നെയായിരുന്നു ഇതും വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കറൻസി നോട്ട് 10,000 രൂപയുടെ നോട്ടാണ്. 1935 ഇറങ്ങിയ ഈ 10,000 രൂപയുടെ നോട്ട് പ്രധാനമായും പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നു. 7 ലക്ഷം രൂപക്കായിരുന്നു ഇത് ഓപ്ഷനിൽ വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ലേലം നടന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പേര് പ്രസിഡൻഷ്യൽ ഗിഫ്റ്റ് ഓപ്ഷൻസ് എന്നാണ്. ഈ നോട്ടിൻ്റെ പ്രത്യേകത 1935 ഇറങ്ങിയ നോട്ട് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നോട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു നോട്ടാണ്. പല കോയിൻ ആൻഡ് കറൻസി കളക്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ ഈ നോട്ടിന് വലിയ വാല്യൂ തന്നെയാണ് ഉള്ളത്. നമ്മുടെ ലിസ്റ്റിലെ 4ാമത്തെ കറൻസി നോട്ട് ട്രയൽ സ്പേസ്മാൻ 5 റുപ്പി നോട്ടാണ്. ഹെറിറ്റേജ് ഓപ്ഷൻസിൽ ജനുവരി 13, 2022 നടന്ന ലേലത്തിലായിരുന്നു ഈ നോട്ട് ഏകദേശം 40 ലക്ഷം രൂപക്ക് വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ലേലം നടന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഹെറിറ്റേജ് ഓപ്ഷൻസ് എന്നാണ്. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തതും 5ാമത്തതുമായ കറൻസി നോട്ടുകൾ പഴയ വളരെ റെയർ ആയിട്ടുള്ള RBI പ്രിന്റ് ചെയ്തിട്ടുള്ള 2 100 രൂപ നോട്ടുകളാണ്. ലണ്ടനിൽ നടന്ന ലേലത്തിലായിരുന്നു ഈ 2 നോട്ടുകൾ ഏകദേശം 40,000 യൂറോക്ക് വിറ്റുപോയിട്ടുണ്ടായിരുന്നത്. ലേലം നടന്ന പ്ലാറ്റ്ഫോമിൻ്റെ പേര് ഡിക്സ് ന്യൂൺ വെബ് ലണ്ടൻ എന്നാണ്. ഈ നോട്ടുകൾ 40,000 യൂറോക്ക് വിറ്റുപോകാൻ കാരണം അവർ പറയുന്നത് ഈ 2 നോട്ടുകളും RBI പ്രിന്റ് ചെയ്ത ഏറ്റവും റെയർ ആയിട്ടുള്ള ഇന്ത്യൻ നോട്ടുകളാണ് എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും നോട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഇതുപോലത്തെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കറൻസികളെയും കോയിൻസിനെയും കുറിച്ചുകൊണ്ടൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ വളരെ യുണീക്ക് ആയിട്ടുള്ള പല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചുകൊണ്ടും അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി.